عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والقمر قدرناه منازل حتى عاد كالأرجون القديم. لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون. صدق الله العظيم. അള്ളാഹിനെ ഉണർത്താൻ, അള്ളാഹിന്റെ ഖുദ്റത്ത് വിളിച്ചോതാൻ ഭൂമിയിലുള്ള 8 അടയാളങ്ങൾ നേരത്തെ പല ആയത്തുകളിലായി വിശദീകരിക്കുകയുണ്ടായി. പിന്നീട് ഭൂമി കഴിഞ്ഞ് ആകാശവുമായി ബന്ധപ്പെട്ട 4 ദൃഷ്ടാന്തങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഷംസ്, ഖമർ, ലൈല്, നഹാർ, 4 ദൃഷ്ടാന്തങ്ങളാണ്. അത് സൂര്യനെ കുറിച്ചുള്ള ഒരു ആയത്ത് നില കഴിഞ്ഞു. സൂര്യൻ അതിൻ്റെ വശമുസ് തജ്രിയിൽ മുസ്തഖറില്ലഹ, അതിൻ്റെ നിശ്ചിത സങ്കേതത്തിലേക്ക് അള്ളാഹു നിർണയിച്ച ട്രാക്കിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വൽ ഖമറ ഖദ്ദർനാഹു, വൽ ഖമറ ചന്ദ്രന് ഖദ്ദർന നമ്മൾ കണക്കാക്കിയിട്ടുണ്ട്, ഹു ആ ഖമറിന് മനാസില ചില മണ്ഡലങ്ങളെ. മൻസില് എന്നതിന്റെ ബഹുവാക്യമാണ് മനാസിൽ. നേരെ അർത്ഥം വീട് എന്നാണ്, മണ്ഡപത്തിനും പറയും. അപ്പോ ചന്ദ്രന് ചില മണ്ഡലങ്ങളെ, ചില റൂട്ടുകളെ നമ്മൾ കൃത്യമായി കണക്കാക്കിയിട്ടുണ്ട്. ഹത്ത ഏതുവരെ, ആദ അത് മടങ്ങും, കൽ ഉർജൂനിൽ ഖദീം പഴയ ഈത്തപ്പഴത്തിന്റെ കൊലത്തണ്ട് പോലെ അവസാനം അത് ചുരുങ്ങി 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 കണ്ടാൽ ഇതുപോലെ തോന്നും. ആ അവസ്ഥയിലേക്ക് ചന്ദ്രൻ മടങ്ങും. ചന്ദ്രന്റെ ആദ്യ ദിവസം അതൊരു ചെറിയ വളഞ്ഞ കമ്പ് പോലെ ആയിരിക്കും, ഒരു അണ്ടിപ്പരിപ്പ് പോലെയൊക്കെ ആയിരിക്കും. പിന്നെ വളർന്ന് വലുതായി വലുതായി വികസിച്ച് വികസിച്ച് 14-ാം രാവിലെ അമ്പിളിയെ കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, പല കവിതകളിലുള്ളതാണ്. 14-ാം രാവിലെ പൊന്നമ്പിളി. അത് കഴിഞ്ഞാൽ പിന്നെ ചുരുങ്ങി 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 ആദക്കൽ ഉർജൂനിൽ ഖദീം, അത് അവസാനം മടങ്ങി 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 പഴയ ഈത്തപ്പഴക്കൊലത്തണ്ടിനെ പോലെ ചുരുങ്ങിയ ഒരവസ്ഥയിലേക്ക് ചന്ദ്രൻ മാറും. ഇത് അള്ളാഹു നൽകുന്ന വലിയ ദൃഷ്ടാന്തമാണ്. ലശംസു യംബഗി ലഹാ, സൂര്യനല്ല അത് പ്രാപിക്കുന്നതല്ല, അൽ ഖമർ ചന്ദ്രനെ. ആ സൂര്യന്റെ ചലനം, ചന്ദ്രന്റെ നിലനിൽപ്പ്, ഇത് തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടി കൂട്ടിമുട്ടിയിട്ട് പ്രശ്നം ഉണ്ടാവില്ല. സൂര്യൻ അതിന് കണക്കാക്കിയ സ്ഥലത്ത്, ചന്ദ്രൻ അതിന് കണക്കാക്കിയ സ്ഥലത്ത്. വലല്ലയിലു രാത്രിയല്ല സാബിക്കുന്നഹാർ, പകലിനെ മുൻകടക്കുന്നതല്ല. ഇന്ന് വരെ നമ്മൾ ആരെയും പറഞ്ഞിടോ നല്ല ഉറക്കമായിരുന്നു, 2 മണിക്ക് കണ്ടിരുന്നു പകല് കണ്ടുവരണെന്ന് പറഞ്ഞിരുന്നോ? ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അല്ലയാ, നല്ല ഡ്യൂട്ടിയിലായിരുന്നു, പെട്ടെന്ന് രാത്രി ഇങ്ങോട്ട് വന്നു, ഇരുട്ടായിന്ന് ആരും പറയില്ല. ഇത് തമ്മിൽ ഏറ്റുമുട്ടൂല, ഒന്ന് മറ്റൊന്നിനെ ഓവർടേക്ക്. കണക്കാക്കിയ രൂപത്തിൽ ചില മാസങ്ങളിലൊക്കെ രാത്രിന്റെയും പകലിന്റെ സമയങ്ങളാണോന്ന് വ്യത്യാസപ്പെടുമ്പോ എല്ലാവർക്കും അറിയും ചെയ്യാന്നല്ലാതെ രാത്രിന്റെ സമയത്ത് പകലോ പകലിന്റെ സമയത്ത് രാത്രി ഒന്നും വരെ വന്നിട്ടില്ല. കാരണം നിയന്ത്രിക്കണ അള്ളയാണ്. അതുകൊണ്ട് പരസ്പരം ഏറ്റുമുട്ടുകയോ ഒന്ന് മറ്റൊന്നിനെ ഓവർടേക്ക് ചെയ്യുകയോ മുൻകടക്കുകയോ ചെയ്യുകയില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഉപരിലോകവുമായി ബന്ധപ്പെട്ട ദൃഷ്ടാന്തങ്ങളിൽ പ്രധാനപ്പെട്ട 4 എടുത്ത് കാണിക്കുകയാണ്. ഭൂമിയുമായി ബന്ധപ്പെട്ട ദൃഷ്ടാന്തങ്ങളിൽ പ്രധാനപ്പെട്ട 8 എടുത്ത് കാണിച്ചു യാസീൽ ഇതുവരെ. ചിലപ്പോ ആ അള്ളാന്റെ ഒരു രീതിയാണ്. ഭൂമി പറയും, ആകാശം പറയും. ഭൂമിയിലുള്ള ഒരു സാധനമാണ്. വൈലസ് അങ്ങോട്ട് കയറി, ആകാശത്തെ കണ്ടു കയറി.
ഭൂമിക്ക് തന്നെ വന്നു. വൈലൽ ജിബാലി കൈഫ നുസിബത്, ഇങ്ങനെ പോവാ, മേലെ താഴെ മേലെ താഴെ. അർറഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ, ആകാശം. വന്നജ്മു വശ്ശജറു യസ്ജുദാൻ, ഭൂമി. നജ്മ് എന്ന് പറഞ്ഞാൽ വള്ളിച്ചടി, ഒരു തഫ്സീർ. ഷജർ എന്ന് പറഞ്ഞാൽ നീണ്ടു നിൽക്കുന്ന കമ്പിന്റെ വലിയ മരങ്ങൾ, ആ ഭൂമി. ആദ്യ ആകാശം, പിന്നെ അതാണ്. അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ, ആകാശം. വന്നജ്മു വശ്ശജറു യസ്ജുദാൻ, ഭൂമി. വസ്സമാഅ റഫഅഹാ വവളഅൽ മീസാൻ, ആകാശം. വൽ അർള വളഅഹാ ലിൽ അനാം, ഭൂമി. മേലെ താഴെ മേലെ താഴെ മേലെ താഴെ. എന്നിട്ട് ഇടയ്ക്കൊരു കുത്തും. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. എന്തൊരു അത്ഭുത പരിശുദ്ധ ഖുർആൻ. അയ്യപ്പെട്ടതിന് 8 കാര്യം ഭൂമിയായി ബന്ധപ്പെട്ടിട്ട്, 4 കാര്യം ആകാശവുമായി ബന്ധപ്പെട്ടിട്ട്. അതില് ഷംസ് ഖമർ, ഷംസ് ഖമർ ലൈലിന, ഇതൊക്കെ വലിയ ചിന്തിച്ച വലിയ അത്ഭുതമാണ്. നമ്മളൊരു 10 അടി വീതിയുള്ള റോഡ് എത്ര ആളുകളാ നിയന്ത്രിക്കുന്നത്, എത്ര പോലീസുകാരാ ജംഗ്ഷന്റെ അവിടെ എവിടെ, എന്നിട്ട് കൂട്ടിമുട്ടണില്ലേ? അപകടല്ലേ? എന്നും റോഡിൽ അപകടല്ലേ? റോഡ് പലപ്പോഴും യുദ്ധക്കളല്ലേ? അറുത്തിട്ട ആട്ടിൻകുട്ടികളെ പോലെ കിടന്ന് പടയല്ലേ, എന്നിട്ട് മരിക്കല്ലേ റോഡില്, എല്ലാ സ്ഥലത്തുമില്ലേ? എന്നാൽ മേലുണ്ട് റോഡ് ഓരോന്നിനും. ഇന്ന് വരെ ഏതെങ്കിലും നക്ഷത്രം മറ്റേ നക്ഷത്രമായി കൂട്ടിമുട്ടി, ശംസും ഖമറും കൂട്ടിമുട്ടി, ഉൽക്കകൾ തമ്മിൽ കൂട്ടിമുട്ടി, ആകാശത്തെ ട്രാക്കുകൾ മാറി, ഗതാഗത കുരുക്കിൽ കുടുങ്ങി, ഒന്ന് മറ്റൊന്നിനെ ഓവർടേക്ക് ചെയ്തു, ഒന്ന് സ്പീഡ് കൂടി. അപ്പൊ നേരത്തെ പോയതിനേക്കാൾ മറ്റേത് മുൻകടന്നു, അപ്പൊ സൈഡ് ഉണ്ടായില്ല, അതിൽ വരുത്തി. നിങ്ങളുണ്ടോ? ഇന്ന് ഏതെങ്കിലും ഒരു ഹൈവേ പോലീസ് അവിടെ ഉണ്ടോ? യാ അല്ലാഹ്. للشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار. ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ പറയാണ്, മുമ്പൊക്കെ ഇങ്ങനെ വെച്ചുതരാണ്. ഇന്നലെ ശംസിനെ കുറിച്ച് ചെറിയ സൂചന പറഞ്ഞ പോലെ ഇന്ന് ഖമറിനെ കുറിച്ചും പറയാം. വൽ ഖമറ ഖദ്ദർനാഹു മനാസില. ഇവിടെ ഖമർ എന്ന് പറഞ്ഞാൽ കൽബ്. കൽബിന്റെ അവസ്ഥകൾക്കും ചില മനാസിലുകൾ എന്ന് പറഞ്ഞാൽ ചില സ്ഥാനമാനങ്ങളെ നമ്മൾ 27 28 അവസ്ഥകൾ ഹൃദയത്തിനുണ്ട് എന്നാണ്. റൂഹാകുന്ന ശംസിൽ നിന്ന് പ്രകാശം പിടിച്ചെടുത്ത് പ്രതിഫലിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഖമറാകുന്ന കൽബ്. അതിന് 28 മക്കാമുകളുണ്ട്. ചെറുത് വലുത്, സബറിന്റെ, ശുക്രിന്റെ, ഫിക്റിന്റെ, ദിക്റിന്റെ, ഇനാബത്തിന്റെ, തൗബയുടെ, മാരിഫത്തിന്, ഇങ്ങനെ പോകും. അത് അവസാനം ചെറുതായിട്ട് വരും, ഖമർ പോലെ ചെറുതായിട്ട് ഇങ്ങനെ വന്ന് അവസാനം അള്ളാഹിന്റെ മാരിഫത്തിലാണ്ടായാല് 14 രാവിന്റെ അമ്പിളിയെ പോലെ കൽബിങ്ങനെ പ്രോജ്വലിച്ചിരിക്കും. അവസാനം പിന്നീട് മരണത്തിലേക്ക് എടുത്താൽ എല്ലാം മുറിഞ്ഞു മെല്ലെ 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 അള്ളാഹുവിലേക്ക് അള്ളാഹിന്റെ വിളിക്ക് ഉത്തരം നൽകിയിട്ട് അവസാനത്തിൽ ഇളക്കല്ലാതെ അങ്ങനെ പോകും ചെയ്യും. അങ്ങനെ ഒരു സൂചന അതിനുണ്ട്. ഏതായാലും വിശുദ്ധ ഖുർആൻ പല നിലയിൽ അതിന്റെ ഉള്ളറകളിലേക്ക് കടന്നാൽ അത്ഭുതത്തിന്റെ മഹാപ്രപഞ്ചമാണ്. അള്ളാഹു ഓരോ ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞുകൊണ്ട് അവന്റെ കുദ്റത്തിലേക്ക് നമ്മെ മാടി വിളിക്കുകയാണ്. ഇത് ചെവി കൊടുക്കാതെ പോയാൽ നാളത്തെ നഷ്ടം വലുതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇന്ന് ദീർഘമായി പറയുന്നില്ല, ചെറിയൊരു സമയം കുറഞ്ഞിട്ടൊന്നുമില്ല. ഇന്നലെ ദൂരെ യാത്ര ചെയ്യുന്ന കാരണമായത് ട്രെയിൻ ടിക്കറ്റ് അവർക്ക് കിട്ടാത്തതുകൊണ്ട് ഇവിടുന്ന് നമ്മളെ കുട്ടികളായിട്ട് കാരണമായത്. ആ ചെറിയ കുട്ടിയാണ് ഏകദേശം 300 ചില കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത്. ഞാൻ എടുത്തിട്ടില്ല ആ ഷാബില് 300 ചില കിലോമീറ്റർ ഡ്രൈവ് ചെയ്തു. ഓനെ പുളിയൊക്കെയല്ല, എന്നാലും അൽഹംദുലില്ലാ ഡ്രൈവിങ്ങിന്റെ ഇരുന്നാ പഠിച്ചത്, പഠിത്ത് പഠിച്ചിട്ടുള്ളൂ. എന്നിട്ട് 300 ചില കിലോമീറ്റർ വളരെ ഉഷാറായിട്ട് വണ്ടി എടുത്ത്. അല്ലാഹു തആല ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. അപ്പോ ഇന്ന് നമ്മുടെ സയ്യിദുൽ വകയാണ് ചായം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളൊക്കെ ഖബറിലാണ്. പിന്നെ അദ്ദേഹത്തിന്റെ വലങ്കൈന് എന്തോ, അദ്ദേഹത്തിന്റെ വലങ്കൈയല്ല, സുഹൃത്തുക്കളെ കുറിച്ച് വലങ്കൈ എന്ന് പറയല്ലോ. നമ്മളെ അദ്വക്കാക്ക് എന്താ ചില രോഗങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അത് മാറാനൊക്കെ കൂടി നിയത്ത് ചെയ്താണ്. പിന്നെ അദ്ദേഹത്തിന്റെ വകയാണ് ചായം ചെയ്യുന്നത്. അല്ലാഹു തആല സയ്യിദുൽ വാപ്പാക്കും ഉമ്മാക്കും അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഉമ്മ ഉള്ളത് മദീനത്താണ് അല്ലേ? ആചാര്യ മദീനത്തല്ലേ?
മക്കത്തോ? മക്കത്ത് അവിടെ ഉംറക്ക് ഹജ്ജിന് പോയിട്ട് വഫാത്തായിട്ട് അവിടെയാണ് കിടക്കുന്നത്. അള്ളാഹു താല അവർക്കൊക്കെ അള്ളാഹു ഖബർ സന്തോഷമായി കൊടുക്കട്ടെ, മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ, കണ്ണെത്താ ദൂരത്തേക്ക് വിശാലായി കൊടുക്കട്ടെ. അള്ളാഹു താല അതൊക്കെ എന്ത് സോക്കടാന്ന് എനിക്കറിയില്ല, എന്താ രോഗമാണെങ്കിലും അള്ളാഹു താല മാറ്റി കൊടുക്കട്ടെ. നമുക്ക് എല്ലാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു കാവൽ പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم يا مقلب القلوب ثبت قلوبنا على دينك وعلى طاعتك. അള്ളാഹു നീ കബൂലാക്കണേ അള്ളാഹ്, ഞങ്ങളെല്ലാവരും രക്ഷപ്പെടുത്തണേ അള്ളാഹ്, കഷ്ടപ്പെടുത്തല്ലേ അള്ളാഹ്, സലാമത്താക്കണേ അള്ളാഹ്, പരാജയപ്പെടുത്തല്ലേ അള്ളാഹ്, പരീക്ഷണത്തിൽ വീഴ്ത്തല്ലേ അള്ളാഹ്, പ്രതിസന്ധി ഏൽപ്പിക്കല്ലേ അള്ളാഹ്, വിശാലത നൽകണേ അള്ളാഹ്, സന്മനസ് നൽകണേ അള്ളാഹ്, സമാധാനം നൽകണേ അള്ളാഹ്, തഖ്വ നൽകണേ അള്ളാഹ്, തവക്കുൽ നൽകണേ അള്ളാഹ്, സബ്ർ നൽകണേ അള്ളാഹ്, തുമനീനത്ത് നൽകണേ അള്ളാഹ്, മാരിഫത്ത് നൽകണേ അള്ളാഹ്, നിന്റെ ഔദാര്യങ്ങൾ ചൊരിഞ്ഞു തരണേ അള്ളാഹ്. അള്ളാഹു ഞങ്ങളെ കൊടുക്കല്ല അള്ളാഹ്, പെട്ടുപോയി എന്ന് തോന്നിക്കല്ല അള്ളാഹ്, ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പിടിച്ചു കയറാനുള്ള വാതിലുകൾ തുറന്നു തരണേ അള്ളാഹ്. കടത്തിൽ കൊടുക്കല്ല അള്ളാഹ്, പെടുന്നനെ മരിപ്പിക്കല്ല അള്ളാഹ്, അപകടത്തിലാക്കല്ല അള്ളാഹ്. ഈ സാസിൽ പങ്കെടുത്ത ഒരാളെയും രണ്ടു ലോകത്തും പരാജയപ്പെടുത്തല്ലേ, വഷളാക്കല്ലേ, നാണം കെടുത്തല്ലേ, മാനം കെടുത്തല്ലേ അള്ളാഹുവേ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ്, തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ്, اجعلنا من خيار أمته ومن محبيه. ربنا تقبل منا إنك أنت السميع العليم، تب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. നാളെ മറ്റന്നാളും ഉളയത്തുമായി ബന്ധപ്പെട്ട മസല ചർച്ച ചെയ്യുന്നുണ്ട്. ഈ സാന്ദർഭികമായിട്ടുള്ള മസലകൾ പറയണല്ലോ നാളെ മറ്റന്നാൾ. അതുകൊണ്ട് ചോദ്യം ചോദിക്കാനുള്ള എല്ലാവരും റെഡി ആയിട്ട് വരിക ഇൻഷാ അല്ലാഹ്. ചോദിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവും നാളെ മറ്റന്നാൾ. അസ്സലാമു അലൈക്കും.